ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. വളരെ നാടൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടുകയുള്ള ഞരമ്പൊക്കെ വലിച്ച് കളഞ്ഞ് വളരെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 5 എണ്ണം, സവാള മീഡിയം സൈസ് 3 എണ്ണം, കരിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് ചെമ്മീൻ നന്നാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. സവാളയെല്ലാം കട്ട് ചെയ്ത ശേഷം ഒരു തവ വെച്ചു. തവ ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, സൺഫ്ലവർ ഓയിലല്ല. എണ്ണ ചൂടായ ശേഷം നമ്മൾ ഇവിടെ സവാളയൊക്കെ ചെറുതായി നുറുക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചത് അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് നമുക്ക് വഴങ്ങി കിട്ടും. എല്ലാം നന്നായി വഴങ്ങി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല പോലെ എല്ലാം കൂടി ചേർത്ത് വഴറ്റാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പച്ചമണം മാറി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴങ്ങി കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് എടുത്തേക്കുന്നത് കൊണ്ട് നാടൻ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കൂടെ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ചെമ്മീൻ കഴുകി വെച്ചത് വെള്ളത്തോടു കൂടി തന്നെ ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കപ്പ് വെള്ളവും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്തൊഴിച്ചു കൊടുക്കാം. കാരണം ചെമ്മീൻ നമുക്ക് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ തക്കാളി പറയാൻ വിട്ടുപോയിട്ടോ. ഒരു തക്കാളി, അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി, 1 എണ്ണം മീഡിയം സൈസ് വേണം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റോളം ചെറുതീയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയ ശേഷം നമുക്ക് ഗരം മസാല പൊടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഗരം മസാലപ്പൊടി ചേർക്കില്ല. ചെമ്മീൻ പകുതി വേവായ ശേഷമാണ് നമ്മൾ ഗരം മസാലപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുടംപുളി 2 കഷ്ണം നല്ലപോലെ കഴുകി അതിൻ്റെ പകുതി പുളിയോ കളഞ്ഞ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരിക്കലും മീനിന് ഉപയോഗിക്കുന്ന പോലെ തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് അതേപോലെ തന്നെ വെള്ളം ഉൾപ്പെടെ ഒഴിക്കരുത്. കുടംപുളി മാത്രം ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് മറന്നു പോകണ്ട. 5 മിനിറ്റ് കൂടെ ചെറുതീയിൽ ഒന്നുകൂടെ നമുക്ക് വറ്റിച്ചെടുക്കാം. കണ്ടോ, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ഒന്ന് നോക്കാം ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. കണ്ടോ, നല്ലപോലെ ചെമ്മീനൊക്കെ വെന്ത് നല്ല സെമി ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ വിഭവം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക് യു വെരി മച്ച്.